ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. صدق الله العلي العظيم. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അവളുടെ മുൻപല്ലിൻ്റെ ലങ്കൽ കണ്ടേ ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ടേ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധമായ റമളാനും ഖുർആനുമൊക്കെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന, വിധി പറയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ റമളാൻ മാസവും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ടാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർക്ക് മാത്രമാണ് ഓരോരോ റമളാനും കടന്നു വരുന്നത് എന്നർത്ഥം. കാരണം റമളാൻ മാസം വരുന്നതിൻ്റെ മുന്നോടിയായി 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തിരുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നാണ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയുകയും റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കുകയും ചെയ്യണേ തമ്പുരാനെ എന്ന് അണമുറിയാതെ നമ്മൾ ദുആ ചെയ്തതിൻ്റെ അനന്തരഫലമായിട്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്നതുപോലെ ഈ റമളാനിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഇത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. ഒരാൾ ഒരുപാട് ഇബാദത്ത് ചെയ്തതുകൊണ്ട് മാത്രം അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇബാദത്തുകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും നിസ്കാരവുമൊക്കെ
അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടാനുള്ള ഒരു എളുപ്പമാർഗം മാത്രമാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തുൽ കിറാമിനോട് പറയുകയാണ്, ഒരാളുടെ അഅ്മാലുകളെ കൊണ്ടൊരിക്കലും അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുത പരതന്ത്രരായ സഹാബത്തുൽ കിറാം തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല യാ റസൂലല്ലാ, അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? അങ്ങൊരുപാട് ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ലേ, ഇഷ്ടദാസനല്ലേ അങ്ങയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറയുന്നത്, അതേ സ്വഹാബത്തെ, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻഹു ബിഫദ്ലിൻ വറഹ്മ, അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നു എന്നതിലല്ല കാര്യം, മറിച്ച് അതുവഴി അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുക? നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ വാനലോകത്തുള്ളവർ, ആകാശത്തുള്ളവർ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ മാലാകമാരുമൊക്കെ നിങ്ങളോട് റഹ്മത്ത് ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള ചെറിയ ഒരു പോംവഴിയായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പരിചയപ്പെടുത്തുകയാണ്. ഒരു ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വല്ലാത്ത ദാഹം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഒരു കിണർ കാണുകയും അതിൽ വെള്ളം കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ മനുഷ്യൻ ആ കിണറ്റിറങ്ങിയിട്ട് ഒരുപാട് വെള്ളം കുടിക്കുകയാണ്. തൻ്റെ ദാഹം മാറുവോളം വെള്ളം കുടിച്ച് അദ്ദേഹം കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അവിടെ നമ്മളൊക്കെ നിസാരമായി കാണുന്ന നായയെ കാണുന്നത്, ഒരു പട്ടിയെ കാണുകയാണ്. തനിക്ക് വന്നു ഭവിച്ച അതേ ദാഹം ആ പട്ടിക്കും വന്ന് ഭവിച്ചിട്ടുണ്ട് എന്ന് ആ മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. വേഗം ഉടനടി ആ കിണറ്റിലേക്ക് രണ്ടാമതും ഇറങ്ങി താൻ ധരിച്ചിരിക്കുന്ന ഹുഫയിൽ, ഷൂവിൽ നിറയെ വെള്ളമെടുത്തുകൊണ്ട് തൻ്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് അദ്ദേഹം കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ നായക്ക് കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ നിസാരനായ മിണ്ടാപ്രാണിയായ നായയോട് കാരുണ്യം കാണിച്ച കാരണത്താൽ ഒരു സൽക്കർമ്മം പോലും ദുനിയാവിൽ ചെയ്യാതിരുന്നൊരു മനുഷ്യന് അള്ളാഹു സ്വർഗപ്രവേശനം നൽകി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. കണ്ടോ, അള്ളാഹുവിൻ്റെ കാരുണ്യം അങ്ങനെയാണ്. അതുപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങളാണ്. ഒരുപാട് അഅ്മാലുകളെ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് തൻ്റെ വീട്ടിലേക്ക് വന്നൊരു പൂച്ചക്കുട്ടിയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടു എന്ന കാരണത്താൽ ആ പെണ്ണിനെ അള്ളാഹു നരകവും നൽകിയെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള മാനദണ്ഡം. പണ്ടൊരു മനുഷ്യൻ അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ മക്കളരികിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് കുറച്ച് വസിയത്ത് കൈമാറുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ നിങ്ങൾ കത്തിച്ച് വെണ്ണീറാക്കി കടലിലും കരയിലുമായി പല ഭാഗങ്ങളിലായി നിങ്ങൾ ആ വെണ്ണീരിനെ നിക്ഷേപിക്കണം. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. മക്കളെല്ലാം വാപ്പ പറഞ്ഞതുപോലെ ചെയ്തു, വസിയത്ത് ചെയ്യണമല്ലോ എന്നർത്ഥത്തിൽ. അങ്ങനെ അദ്ദേഹത്തിന് പിന്നീട് പുനർജീവനം നൽകപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ സമീപത്തെത്തുമ്പോൾ അള്ളാഹു പടച്ചതമ്പുരാൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, നീ എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? നിൻ്റെ മക്കളോട് അങ്ങനെ ഒരു വസിയത്ത് ചെയ്ത് നിൻ്റെ ശരീരം കടലിലും കരയിലും അതിൻ്റെ വെണ്ണീർ നിക്ഷേപിക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അള്ളാഹുവേ, നിന്നെ പേടിച്ചിട്ടാണ് റബ്ബേ എന്നതാണ്. കാരണം ദുനിയാവിൽ ഞാനൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല. ഇതേ അവസ്ഥയിൽ നിന്നെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവേ, ഒരു അമലും ദുനിയാവിൽ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ നീ എന്നെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് എൻ്റെ ശരീരം ഒരിക്കലും കിട്ടാൻ പാടില്ല എന്നർത്ഥത്തിലാണ് ഞാനെങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ മക്കളോട് എന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയ ബുദ്ധി വെച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അള്ളാഹുവിനോട് പറയാണ്.
അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, ഇങ്ങനെ ഒരു അള്ളാഹു ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയല്ലോടാ, ഇങ്ങനെ ഒരു അള്ളാഹു ഉണ്ടെന്നും തെറ്റ് ചെയ്തവർക്ക് അള്ളാഹു നരകത്തിലേക്ക് പ്രവേശനം നൽകുമെന്നും നരകത്തിലേക്കാണ് അവർക്ക് അള്ളാഹു നൽകുന്നത് എന്നുമൊക്കെ നീ മനസ്സിലാക്കിയല്ലോ. ആ ഒറ്റ കാരണത്താൽ, എന്നെ മനസ്സിലാക്കി എന്ന കാരണത്താൽ ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾക്ക് നാം സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകി എന്ന് മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അള്ളാഹുവിൻ്റെ പടപ്പുകളോട് കാരുണ്യം കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള കാരണമാണ്. വഴിവക്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന, തടസ്സമാകുന്ന ഒരു കൊമ്പ് മുറിച്ചു മാറ്റിയതിനാൽ ഒരു നന്മയും ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹു സ്വർഗപ്രവേശനം നൽകിയെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ അള്ളാഹുവിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ അതുമാത്രം മതി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ. സ്വർഗമെന്ന് പറയുന്നത് വളരെ വിശാലമായൊരു ലോകമാണ്. അതിനെക്കുറിച്ച് മഹാനായ തഴവ ഉസ്താദിൻ്റെ വരികൾ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ പാടി വച്ചിട്ടുണ്ട്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അവളുടെ മുൻപല്ലിൻ്റെ ലങ്കല് കണ്ടേ ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ടേ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികൾ പെടുത്തട്ടെ. ഈ വിശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിവസവും രാത്രിയിൽ അള്ളാഹു കോടാനുകോടിക്കണക്കിന് ആളുകളെ നരകത്തിൻ്റെ അവകാശികളാണെന്ന് മുദ്ര കുത്തപ്പെട്ട ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ദിവസങ്ങളാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ പാരത്രിക ലോകത്ത് ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു സ്വർഗവും മറുവിഭാഗം ആളുകൾക്ക് അള്ളാഹു നരകവും കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലങ്ങളോളം നരകത്തിൽ കഴിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളായ ആളുകളുണ്ടാകും. അവർ നരകത്തിൻ്റെ അവകാശികളായിരിക്കും, ഒരുപാട് തിന്മകൾ ചെയ്തു എന്ന കാരണത്താൽ. പക്ഷേ അവരുടെയൊക്കെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ ശേഷം അവർ ലാ ഇലാഹ ഇല്ലല്ലയെ അംഗീകരിച്ചവരാണല്ലോ എന്ന ഒറ്റ കാരണത്താൽ അള്ളാഹു അവർക്ക് പിന്നീട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നൽകുകയാണ്. കുറേ കാലം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അദ്ദേഹം നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ അള്ളാഹു ആ മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നൽകി. സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ പ്രവേശിക്കുമ്പോഴാണ് സ്വർഗം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞതുപോലെ ആ മനുഷ്യന് തോന്നുകയാണ്. അള്ളാഹുവിനോട് വന്നിട്ട് പരാതി പറയുന്ന, അള്ളാഹുവേ, എനിക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല, അവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അള്ളാഹു തിരിച്ചു പറയാണ്, നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്? നീ ദുനിയാവിൽ ജീവിച്ച ആ ഒരു പ്രപഞ്ചമുണ്ടല്ലോ, ആ ലോകമുണ്ടല്ലോ, ആ ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പത്തിലുള്ള സ്ഥലം, സൗകര്യം ആ സ്വർഗത്തിൽ നിനക്ക് ഞാൻ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ നീ പറയുന്നത് സ്വർഗത്തിൽ എനിക്ക് കയറിപ്പോകാൻ സ്ഥലമില്ലെന്ന്? അള്ളാഹു പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ചിരിക്കുകയാണ്. അതസ്തഹ്സി ഉബിഹി, പടച്ചോനെ, നീ എന്നെ കളിയാക്കുകയാണോ? കാരണം ദുനിയാവിൽ ഞാനൊരു സൽക്കർമ്മം പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് അള്ളാഹു എന്നോട് പറയുന്നത്, നിനക്ക് ദുനിയാവിൽ നീ ജീവിച്ച ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പത്തിലുള്ള സൗകര്യപ്രദമായ ഒരു സൗകര്യമാണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. നീ എന്നെ കളിയാക്കുകയാണോ റബ്ബേ? ഈ ഹദീസ് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുവെന്ന്, ചിരിക്കുന്നുണ്ട് എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ. അപ്പോൾ ഈ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് പോലും
ഈ ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പത്തിലുള്ള സൗകര്യപ്രദമായ സ്വർഗമാണ് അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ പടച്ചവൻ അവർക്ക് നൽകുന്നത് എന്ന് പറയുമ്പോൾ ഈ അള്ളാഹുവിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ റഹ്മത്ത് കോരിച്ചൊരിയുന്ന മാസമാണ് റമളാൻ. റമളാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണല്ലോ. ഒരുപാട് അർത്ഥങ്ങൾ റമളാനിനുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരർത്ഥമാണ് കരിച്ചു കളയുന്നത് എന്ന് പറയുന്നത്. നമ്മളൊരുപാട് തിന്മ ചെയ്തവരാണ് കഴിഞ്ഞുപോയ ജീവിതത്തിൽ. ആ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെയെല്ലാം കരിച്ചു കളയാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തിനെ നമുക്ക് തരുന്നത്. ഒരു സുന്നത്തിന് ഒരു ഫർളിൻ്റെ പ്രതിഫലമാണ്. ഒരു ഫർളിന് 70 ഫർളിൻ്റെ പ്രതിഫലമാണ്. എൻ്റെ അടിമകൾ പാവങ്ങളാണ്, അവരെങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് പോയിക്കോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തരുന്നത്. നമ്മളൊരിക്കലും നരകത്തിലേക്ക് പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നേയില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ആയത്താണ് ഇവിടെ ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യം, അദമ്യമായ സ്നേഹവും വാത്സല്യവും ദയാവായ്പുമെല്ലാം അവൻ്റെ അടിമകൾക്ക് പേമാരി പോലെ വർഷിപ്പിച്ചു കൊടുക്കുന്ന അത്ഭുതകരമായ ആയത്താണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു എന്ന് തുടങ്ങുന്ന ആയ. ഈ ആയത്ത് വലിയൊരു അത്ഭുതമാണ്. കാരണം 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചൊല്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരായിട്ട് പോലും അള്ളാഹു നമ്മെ അഭിസംബോധന ചെയ്യുന്നത് യാ ഇബാദി എന്നാണ്. ഓ എൻ്റെ ദാസന്മാരെ എന്നാണ്. എത്ര തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നിട്ടും അള്ളാഹു നമ്മെ വിളിക്കുന്നത് യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആ വിളിയിൽ തന്നെ വലിയൊരു പ്രതീക്ഷയുണ്ട്. അള്ളാഹുവേ, നമ്മളെ ആരെങ്കിലും ഒരാൾ സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് എന്ത് ആശ്വാസമാണ്, നമുക്കെന്ത് പ്രതീക്ഷയാണ്. ഈ വിളിയാണ് അള്ളാഹു യാ ഇബാദി എന്ന് പറഞ്ഞ് നമ്മെ വിളിക്കുന്നത്. എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നു ലാ തഖ്നതു, നിങ്ങളൊരിക്കലും വിഷമിക്കണ്ടട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ്. എന്നിട്ട് 4ാമത് പറയുന്നു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിങ്ങൾക്ക് നാം എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ്. ഇത് വലിയൊരു അത്ഭുതമാണ്. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചൊല്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അള്ളാഹുവിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തറാവീഹിൻ്റെ മാസം, ഒരു സുന്നത്തിന് ഇരട്ടി ഫർളിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്ന മാസം, ദാനധർമ്മത്തിൻ്റെ മാസം, ഖുർആനിൻ്റെ വാർഷികത്തിൻ്റെ മാസം, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ ഈ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എല്ലാ ദിവസവും രാത്രിയിൽ മനുഷ്യന്മാർ കിടന്നുറങ്ങുന്ന സമയത്ത്, നമ്മളൊക്കെ എല്ലാ ദിവസവും രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ തലയിൽ ശൈത്വാൻ 3 വിധത്തിലുള്ള കെട്ടുകളിട്ട് വെക്കുമെന്ന് മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ആ കെട്ടുകളെ ഒരാൾക്ക് അഴിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും അള്ളാഹുവിന് ബറക്കത്ത് കൊടുക്കില്ല. അവൻ അന്നത്തെ ദിവസം കസ്ലാൻ, മടിയനായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. പിശാച് രാത്രിയിൽ നമ്മുടെ തലയിൽ കെട്ടിവച്ചിരിക്കുന്ന 3 കെട്ടുകൾ അഴിക്കാനുള്ള 3 എളുപ്പമാർഗങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ 1ാമത്തെ കെട്ടഴിക്കപ്പെടുകയാണ്. ഇനി ആ ദുആ അറിയില്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ രാവിലെ ഉണരുമ്പോൾ 1ാമത്തെ കെട്ടഴിക്കപ്പെടുന്നു. 2ാമത് പിശാച് തലയിൽ കെട്ടിവച്ചിരിക്കുന്ന കെട്ടഴിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വുളൂ ചെയ്യണം. 3ാമത്തെ കെട്ടഴിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സുബ്ഹി നിസ്കാരം ഒഴിവാക്കുന്നവൻ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും അന്നത്തെ ദിവസം അള്ളാഹു ബറക്കത്ത് കൊടുക്കില്ല എന്നാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.